നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി പ്രക്ഷോഭം വലിയ നിലയിലേക്കുള്ള ജനപിന്തുണയോടുകൂടി നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യം ഭരിക്കുന്നവർ എല്ലാ നിലയിലും അതിനെ ചെറുക്കാൻ ശ്രമിച്ചിട്ടും ചെറുക്കാൻ പറ്റാത്ത സ്ഥിതി വരുന്നു. പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ബാൻ ചെയ്യുകയും കട്ട് ചെയ്യുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകുന്നു. എന്നിട്ടും വലിയ നിലയിലേക്കുള്ള പിന്തുണയാണ്, ജനകീയ പിന്തുണയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ പ്രക്ഷോഭത്തിന് വരുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന ഇന്ത്യക്കാർ ശക്തമായി ഈ പ്രക്ഷോഭത്തോടൊപ്പം നിലകൊള്ളുന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ ഭാഗമായി അത്യുജ്വല പ്രക്ഷോഭം ഉയർന്നു വരികയാണ്. കേരളത്തിലും വലിയ നിലയിലേക്കുള്ള പ്രക്ഷോഭം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. രാജ്യത്ത് ഈ പ്രക്ഷോഭം നടത്തുന്നവരെ ഭരണഘടനാ വിരുദ്ധമായി ഭീകരമർദ്ദനവും കള്ളക്കേസുകൾ വലിയ വകുപ്പുകൾ ഉപയോഗിച്ച് ചാർത്തുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. ഭരണഘടനാ വിരുദ്ധമാണിത്. പ്രതിഷേധിക്കാൻ, പ്രതികരിക്കാൻ ഏതൊരു പൗരനും അവകാശമുള്ള രാജ്യമാണ് ഇന്ത്യ. പക്ഷേ കള്ളക്കേസെടുക്കുന്നു. ഭീകരമർദ്ദനം ഇതിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്കുണ്ടാകുന്നു. ഡൽഹിയിലും വിവിധ ആളുകൾ പ്രക്ഷോഭത്തിൽ പങ്കുകൊണ്ടു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഡൽഹിയിൽ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. അദ്ദേഹം ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് നോക്കൂ, വലിയ താല്പര്യമില്ല എന്നൊക്കെയുള്ള പ്രചരണമുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അദ്ദേഹം ആ പ്രക്ഷോഭത്തിൽ എന്തുകൊണ്ട് സംസാരിച്ചില്ല? ഈ വിഷയത്തിൽ അദ്ദേഹം ശക്തമായ നിലപാട് എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്ന ചോദ്യവും വലിയ നിലയിൽ ഉയർന്നിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രി ഒരു പ്രക്ഷോഭത്തിൽ, അതും മറ്റൊരു സംസ്ഥാനത്ത്, അതും രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ രണ്ട് വാക്ക് പറയുക എന്നുള്ളത് സാധാരണ നടക്കുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹം അവിടെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇത് ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടത്തിലാണ് കേരളത്തിൽ ജനാധിപത്യപരമായി സമരം ചെയ്യുന്ന, അതായത് ദില്ലിയിലെ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജനാധിപത്യപരമായി കേരളത്തിൽ സമരം ചെയ്യുന്നവർക്കെതിരെ ശ്രീ വി ഡി സതീശൻ്റെ സർക്കാർ കേസെടുക്കുന്നത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. എറണാകുളത്ത് പനമ്പള്ളി നഗറിൽ റാപ്പർ വേടൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സൂചകമായ പരിപാടിയിൽ പങ്കെടുത്തവർക്കെതിരെ പോലീസ്, പി ഡി സതീശൻ സർക്കാരിൻ്റെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. കേരളത്തിൻ്റെ പല ഭാഗത്തും നടന്നിട്ടുള്ള ദില്ലി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്കെതിരെ പോലീസ് കേസെടുക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഭരണകക്ഷിയിലെ യുവജന സംഘടനാ നേതാക്കന്മാരും വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും നേതാക്കന്മാർ പരസ്യമായി ഈ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ പോലീസിൻ്റെ നിലപാടിനെതിരെ പ്രതികരിക്കുന്ന വീഡിയോകൾ നിങ്ങൾ ഇതിനകം തന്നെ കണ്ടു കാണും. അപ്പോൾ ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ഇത് വളരെ ഗൗരവമേറിയ വിഷയമായി മാറിയിരിക്കുന്നു. എറണാകുളത്ത് ഉൾപ്പെടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദില്ലി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തിയ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി സതീശൻ സർക്കാർ എടുത്തിട്ടുള്ള കേസ് പിൻവലിക്കണം എന്ന് ഗൗരവമായി ആവശ്യപ്പെടുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രശ്നം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഈ ഗവൺമെൻറ് വന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നരേന്ദ്രമോദി സർക്കാർ ആഗ്രഹിക്കുന്നത് പോലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. കേരളത്തിൽ BJPയുടെ നേതൃത്വത്തിലാണ് ഒരു സർക്കാർ അധികാരത്തിൽ വന്ന് ഭരണം നടത്തുന്നതെങ്കിൽ എന്തൊക്കെ നടപടികളാണോ സ്വീകരിക്കുക, അതിന് സമാനമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ളത് നമ്മൾ ഒരു സീരീസ് ഓഫ് ഇഷ്യൂസ് വെച്ച് ചർച്ച ചെയ്തതാണ്. ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ദില്ലിയിൽ ഖാർഗെയുടെ ജന്മദിനത്തിൻ്റെ കേക്ക് മുറിച്ച് പെട്ടെന്ന് അവിടുന്ന് തീരുമാനിച്ച സമരത്തിൽ പങ്കെടുക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ബോഡി ലാംഗ്വേജ് ചർച്ച ചെയ്യപ്പെടുന്നു. ഞാൻ അതിൻ്റെ വശത്തിലേക്ക് കടക്കുന്നില്ല. ഒരു വ്യക്തി ഒരു സമരത്തിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ മുഖഭാവം അയ്യോ അറിയാതെ വിട്ടുപോയതാണ് എന്നൊക്കെ ഉള്ളതാണെന്നുള്ള ചർച്ചകൾക്ക് പിന്തുണ നൽകാനോ അതിൽ പങ്കെടുക്കാനോ ഞാൻ തയ്യാറാകുന്നില്ല. പക്ഷേ ആ സമരത്തിൽ എന്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സംസാരിച്ചില്ല? BJP ഇതര സർക്കാരുകളിലെ അപൂർവം മുഖ്യമന്ത്രിമാരിൽ ഒരാളാണല്ലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. എന്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശക്തമായി ദില്ലിയിൽ വെച്ച് ഈ സമരത്തെ പിന്തുണച്ച് സംസാരിച്ചില്ല? ഇതും കേരളത്തിൽ
ദില്ലി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തുന്ന സമരങ്ങൾക്കെതിരെ കേസെടുക്കുന്നത് കൂട്ടി വായിക്കണം. അപ്പോൾ വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ കണ്ടുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പ് ഈ വിഷയത്തിലും കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കേസെടുത്തതുമായി ബന്ധപ്പെട്ട് കാണേണ്ടത്. ഈ കേസ് ഉടനെ തന്നെ പിൻവലിക്കണം. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് കർത്തയുടെ ഒരു മൊഴി വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പണം നൽകിയത് ഇൻവോയ്സ് പോലും ഇല്ലാതെ നൽകിയിട്ടുണ്ട്. പണം നൽകിയത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് മൊഴിയിലുള്ളത്. അറിയില്ല, നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അത് നേരത്തെ പറഞ്ഞല്ലോ, ആ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. കേസുമായി സഹകരിച്ചാണ് പോകുന്നത്. മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ഒരു വാർത്തയുടെ ഭാഗമായി നമുക്ക് പറയാൻ പറ്റില്ല. കേരളത്തിൽ പോലീസിനെ ആക്രമിക്കുന്ന നിലയിലേക്ക് ഭീഷണിപ്പെടുന്ന നിലയിലേക്ക് KSU കോൺഗ്രസ് ഒക്കെ മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ട അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ ഗൗരവമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ജനാധിപത്യ സമരങ്ങളെ പോലീസ് കൈകാര്യം ചെയ്യുന്ന രീതി വലിയ നിലയിലേക്ക് പ്രതിഷേധത്തിന് കാരണമായി മാറുന്നു, തുടക്കത്തിൽ തന്നെ മാറുന്നു. അതിൻ്റെ ഉദാഹരണം ഞാനിവിടെ പറഞ്ഞ കേസെടുത്ത വിഷയം. മുഖ്യമന്ത്രിക്കാണെങ്കിൽ ഇതിലൊക്കെ തന്നെ ശ്രദ്ധ ചെലുത്താൻ താല്പര്യപ്പെടാത്ത നിലയാണുള്ളത്. അദ്ദേഹം ഓരോ ബുധനാഴ്ചയും നടത്തുന്ന പത്രസമ്മേളനങ്ങൾ നുണബോംബുകളായി മാറുകയാണ്. കേരളത്തിൽ രാഷ്ട്രീയ നുണകൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മനസ്സ് മാറിക്കഴിഞ്ഞു. ഓരോ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി, അസംബന്ധങ്ങളാണ് മുഖ്യമന്ത്രി, പച്ച നുണകളാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഭരണാധികാരി പത്രസമ്മേളനം നടത്തി പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ സത്യമാണോ നുണയാണോ എന്ന് പരിശോധിക്കാൻ ഫാക്ട് ചെക്കുകൾ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും വരുന്നത്. അപ്പോൾ രാഷ്ട്രീയ നുണകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മനസ്സ് മാറി എന്ന് 2 മാസത്തിനകം തന്നെ സമൂഹം വിലയിരുത്തി കഴിഞ്ഞു. മറ്റൊന്ന്, ഈ കാസർഗോഡ് പല മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിക്കാൻ വേണ്ടി വലിയ തോതിൽ പണം ആവശ്യപ്പെട്ടു, പലരും കൊടുത്തു എന്നൊക്കെയാണ് കോൺഗ്രസിൽ നിന്ന് വരുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായ അത്തരമൊരു ശ്രമം ഉണ്ടായെന്നും അതിൽ നിയമവും ബേപ്പൂരും ഉണ്ടായിട്ടുണ്ട് എന്നും ഷാനവാസ് പാത്തൂർ അടക്കമുള്ളവരോട് ഈ സംഘം പറഞ്ഞിട്ടുണ്ട്. അത്തരം പല നീക്കങ്ങൾ അറിയില്ല, അതിൻ്റെ മറ്റു വശങ്ങൾ എനിക്ക് അറിയില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.